ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എനിവേ, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നിഫ്റ്റിയിലും അതേപോലെ തന്നെ നമ്മളെ സ്റ്റോക്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീക്ക് തൊട്ടും അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഓൾ ടൈം ഹൈ ഒരു കുത്തരി അല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മൾ കോഷ്യസ് ആയിട്ട് കാണേണ്ട ഒരു സ്റ്റേജും കൂടിയാണ്. ലോങ് റണ്ണിൽ ഒരു സ്ട്രേറ്റ് റൺ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാര്യമായിട്ടുള്ള ബുക്കിങ്ങുകൾ നടന്നിട്ടില്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിലൊന്നുമല്ല, അതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്സിൽ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഇൻഡെക്സുകളിലൊക്കെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാം. ഇതൊരു പ്രീ ബഡ്ജറ്റ് റാലി ആയിട്ട് മാത്രം കാണുക. ഓക്കെ, എനിവേ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സിൻ്റെയൊക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സിൽ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് BEPL ആണ്. BEPLൻ്റെ ഒരു കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടി ഇയർ റേഞ്ചാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ ദിവസം ഒന്ന് മുകളിലേക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ലെവലിലേക്ക് ബ്രേക്ക് ഔട്ട് സോണിലേക്ക് തിരിച്ചു വരുന്നത് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഇമ്പൾസീവ് മൂവ് നടന്നു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു റീട്രേസ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു പുൾ ബാക്ക് തരും, അഗെയിൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പുൾ ബാക്ക് തരും. ആ രീതിയിലുള്ള ഒരു പുൾ ബാക്ക് മാത്രമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതായത് 130 ലെവലിൻ്റെയൊക്കെ താഴെ സ്റ്റോക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് മാറാം, ലോസ് ബുക്ക് ചെയ്ത് മാറാം. സ്റ്റിൽ ഇവിടെ നമുക്ക് ഫ്രഷ് എൻട്രിയും പോസിബിൾ ആണ്. ഈ ഒരു ലെവലിൽ അതായത് 152ൻ്റെ എബോവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഫ്രഷ് എൻട്രിയും കൺസിഡർ ചെയ്യാം. ഏകദേശം 130 തന്നെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ചാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് ഫീസിബിൾ എൻട്രി പോയിന്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറ്റിയ ലൊക്കേഷനിൽ തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. ഇത് കീപ്പ് ചെയ്യാം, SL ഹിറ്റ് ചെയ്യുന്നത് വരെ നമുക്കിത് കീപ്പ് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞത് തന്നെയാണ് നമ്മളെ ടാർഗറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് NBCC. ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോക്കിൻ്റെ ഒരു ബെസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 180 ലെവലാണ്. ആ ലെവലിലേക്ക് സ്റ്റോക്ക് എന്ത് ചെയ്തു, റീടെസ്റ്റിന് വന്നു. അതിനുശേഷം തിരിച്ച് അഗൈൻ ആ ഒരു ഹൈ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ലൊക്കേഷനാണ്. അപ്പോൾ അഗൈൻ ഫർദർ ആയിട്ടൊരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ടാർഗറ്റോ തേർഡ് ടാർഗറ്റിലേക്കൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി 198 കട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ഓൾറെഡി താഴെ നിന്ന് എൻ്റർ ചെയ്ത 178 80 എൻ്റർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ 90 95 എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് മാറാം, അല്ലെങ്കിൽ ഹാഫ് ബുക്ക് ചെയ്യാം. അഗെയിൻ നമുക്ക് റിസ്ക് ടേക്കേഴ്സ് നമുക്ക് ആ ഒരു എൻട്രി റൈഡ് ചെയ്യണം. ഇപ്പോൾ ഇതുപോലൊരു മൂവ് നടന്നു, ഇനി അഗെയിൻ ഒരു മൂവ് നടക്കും, അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു മൂവ് ക്യാപ്ചർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്റ്റോക്ക് NBCC. അപ്പോൾ നമുക്ക് ഹോൾഡാണ് ഏകദേശം ഒരു 4 to 5% മേലെ, അല്ലെങ്കിൽ നമ്മളെ ലെവൽസിൽ നിന്ന് ഏകദേശം എക്സാക്ട് ലെവൽസിൽ നിന്ന് ഏകദേശം ഒരു 10% അടുത്ത് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ IREDA അത്യാവശ്യം നല്ല രീതിയിൽ ഈ വീക്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് IREDA ആണ്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് റിന്യൂവബിൾ എനർജി, അതിൻ്റെ തന്നെ പല വേർഷൻസ്, വിൻഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂക്ലിയർ ആവട്ടെ, അതേപോലെ ഹൈഡ്രോ ആവട്ടെ. ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന സെക്ടറിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ്, ബഡ്ജറ്റിൽ നല്ല രീതിയിൽ അലോക്കേഷൻ വരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്സ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടും കൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സ്റ്റോക്കിനൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത ലൊക്കേഷൻ ഏകദേശം 30% മൂവ്മെൻറ്റ്, അതായത് ഒരു 218 220 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ എബോവ് വന്നതിന് ശേഷം സ്റ്റോക്ക് പിന്നെ ഈ ഒരു വീക്കിൽ ലാസ്റ്റ് വീക്കിൽ 300 ടച്ച് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഇപ്പോൾ അവരുടെ തന്നെ ക്വാർട്ടർ റിസൾട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പ് നല്ല രീതിയിൽ അക്യുമുലേഷൻ കഴിഞ്ഞു. 30% ഒക്കെ മുകളിൽ അല്ലെങ്കിൽ 40% മുകളിലൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഒന്നും താഴേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി റൺ ചെയ്യുന്നവർ എന്നോട് ബുക്ക് ചെയ്തിട്ട് ചോദിക്കും, ഞാൻ പറയുന്നത് ഒരു 50-60% ബുക്ക് ചെയ്തതിന് ശേഷം റൺ ചെയ്താൽ മതി. മേ ബി ഇത് ബഡ്ജറ്റ് വരെയെങ്കിലും കുറച്ചുകൂടി റാലി ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ റിസൾട്ടിന് മുമ്പ് ഇത്ര അക്യുമുലേഷൻ നടന്ന സ്ഥിതിക്ക് മേ ബി ഒന്ന് താഴെ വരാം. അതിന് കൺസിഡർ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതെയുള്ള റണ്ണിങ് നോക്കാം. അപ്പോൾ ഒരു 30-40% ഒക്കെ ഒരു പ്രോഫിറ്റ് മാത്രം കീപ്പ് ചെയ്തതിന് ശേഷം ബാക്കി ബുക്ക് ചെയ്യുക. അത് സേഫാണ്, നമുക്ക് ക്യാപിറ്റലും സേഫാണ്, പ്രോഫിറ്റും സേഫാണ്. ബാക്കി അങ്ങ് റൺ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് പ്രൈം ഫോക്കസ്. കഴിഞ്ഞ വീക്കിൽ ഏറ്റവും വീക്കായിട്ടുള്ളൊരു പെർഫോമൻസ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര രീതിയിലൊന്നും തരാത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് P-Focus ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വന്നിട്ടുള്ള ഹൈ സേഫ് പ്ലേയേഴ്സിന് ആ 155 എന്ന് പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ കയറിയാൽ മതി എന്ന് പറഞ്ഞത് തന്നെ അവിടെ റിജക്ഷന് സാധ്യതയുള്ളത് കൊണ്ടാണ്. പക്ഷേ 148 എബോവ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോഴും ഈ ലൊക്കേഷനിലൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റോപ്പിൻ്റെ അടുത്ത്, അതായത് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. 132 അല്ലെങ്കിൽ 130 എന്ന് പറയുന്ന ലെവൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ബുക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് ലോസ് ബുക്ക് ചെയ്യുക.
അതിനുശേഷം എന്ത് ചെയ്യുക, ഇനി ഈ സ്റ്റോക്ക് ഈ ഒരു ലെവലിൻ്റെ എബോവ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അഗൈൻ നമുക്ക് കൺസിഡർ ചെയ്യാം, നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് തന്നെയായിരിക്കും നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ സ്വിങ്ങിലോ സ്റ്റോപ്പ് ലോസോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ അകത്ത് ഒരു ഫ്രഷ് എൻട്രി വേണ്ട. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആയതിനു ശേഷം എൻട്രി നടത്തിയാൽ മതി. ഇവിടേക്ക് വീക്ക്നെസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് FSL ആണ്. FSLനും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്കി പ്ലേയേഴ്സിന് താഴെ നിന്ന് തന്നെ കൺസിഡർ, അതായത് 230 ലെവലിൽ നിന്ന് തന്നെ കൺസിഡർ ചെയ്യാം. സ്റ്റോക്ക് 250, 260 ഒക്കെ മുകളിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന ആ ലൊക്കേഷനിലൊക്കെ എൻട്രി എടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ 10% മൂവ്മെൻറ്റ് നടത്തി ആ സ്റ്റോക്ക് അവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അഗൈൻ താഴെ വരുന്നു, താഴെ വന്നതിന് ശേഷം വീണ്ടും മുകളിലേക്ക്. ഇപ്പോൾ റീടെസ്റ്റ് നടത്തിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഇനി ഈ ഒരു ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ടാർഗറ്റിലേക്കൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യും, വളരെ ക്വിക്കായിട്ട് മൂവ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ അകത്ത് ട്രേഡ് ഒരുപാട് കാലം നടക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനെപ്പറ്റി എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതിന് കട്ട് ചെയ്യാണ് 260 കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്ലെൻമാർക്ക് ആണ്. ഗ്ലെൻമാർക്കിൽ കാര്യമായിട്ട് രീതിയിലുള്ളൊരു പുൾ ബാക്ക് ഒന്നും തന്നിട്ടില്ല, പക്ഷേ ഏകദേശം ആ സ്റ്റോക്ക് ഒരു 3 to 4% ഇടയിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 1400 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നമ്മളെ ലെവൽസിലേക്കൊക്കെ ഈസി ആയിട്ട് ടാർഗറ്റ് ലെവൽസിലേക്കൊക്കെ മൂവ് ചെയ്യും. മേ ബി ഇവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാം. ലാസ്റ്റ് 2 ക്ലോസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1400 എബോവ് മാത്രമാണ് ഇനി ഫർദർ ആയിട്ട് ബുള്ളിഷ് ആയിട്ടൊരു റാലി കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇത് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഈ ലൊക്കേഷനിലൊക്കെ റീടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീ എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് നല്ല രീതിയിൽ ഷോർട്ട് ടൈമിലേക്കൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇനോക്സ് വിൻഡ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ലാസ്റ്റ് ദിവസം വെള്ളിയാഴ്ച ഞാൻ മോർണിംഗിൽ ഈ ഒരു റിന്യൂവബിൾ എനർജീസ് അതിൻ്റെ തന്നെ പല ഡയമെൻഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടിരുന്നു. അതിൽ വരുന്ന ഒന്നാണ് വിൻഡ് എന്ന് പറയുന്നത്, വിൻഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അത്യാവശ്യം ആ ഒരു ദിവസം തന്നെ 7 to 8% മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ടെക്നിക്കലി ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിന്, അതായത് 175 എബോ അല്ലെങ്കിൽ 176 ഒക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 200, 210 ഒക്കെ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ സ്റ്റോപ്പ് വരുന്നത് 155 എന്ന് പറയുന്ന റേഞ്ചാണ്. റിസ്കി പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ എൻട്രി ചെയ്യാം. ഞാൻ എക്സ്റ്റേണലിയും കൂടി ഒരു സപ്പോർട്ട് ഈ ഒരു സ്റ്റോക്കിന്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് വരുന്ന ദിവസങ്ങൾ എക്സ്റ്റേണലിയും കൂടി ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പെർഫോം ചെയ്യില്ല എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ പ്യുവർലി ടെക്നിക്കലി ആണ് നോക്കുന്നതെങ്കിൽ 176 എബോ കൺസിഡർ ചെയ്യാം. 155 താഴെ സ്റ്റോപ്പ് വെച്ചാൽ മതി. 200, 220 റേഞ്ചൊക്കെ ടാർഗറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് TBZ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ സിമ്പൽ വരുന്നത് TBZ എന്ന് പറയുന്നത്. സ്റ്റോക്ക് അത്യാവശ്യം നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഓൾറെഡി നല്ല രീതിയിൽ താഴേക്ക് പുഷ് നടന്നിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സ്വിങ് ഹൈ കട്ട് ചെയ്തിട്ടുണ്ട്. വീക്കിലി ക്യാൻഡിൽസിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ സ്വിങ് ഹൈ ജസ്റ്റ് കട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ ഇപ്പോൾ ഫ്രഷ് എൻട്രി സേഫ് പ്ലേയേഴ്സിനാണെന്നുണ്ടെങ്കിൽ 153 അബോ കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് റിസ്ക് ടേക്കർ ആണെന്നുണ്ടെങ്കിൽ 148 ലെവലിൽ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 148 എന്ന് പറയുന്ന പ്രൈസിൽ കൺസിഡർ ചെയ്യാം. 185, അതേപോലെ തന്നെ 210, 220 ആയിരിക്കും നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് വരിക. ഫസ്റ്റ് ടാർഗറ്റ് 185. ഈ റേഞ്ച് ഇതൊരു സോണായിട്ട് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. സിംഗിൾ ലൈൻ അല്ല. 180 to 185 ഇവിടെയാണെന്നുണ്ടെങ്കിൽ 220 to 210 ഇൻ ബിറ്റ്വീൻ അതിൻ്റെ അകത്ത് എന്ത് ചെയ്താൽ മതി, സ്റ്റോക്ക് വരുന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ വലിയ രീതിയിലുള്ള ടാർഗറ്റാണ്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരും. നമുക്ക് ഏകദേശം ലാസ്റ്റ് സ്വിങ്ങിലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു 120 to 128 ഒക്കെയാണ് നമുക്ക് പറയുന്നൊരു ഏരിയ എന്ന് പറയുന്നത്. 128 താഴെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് അക്സെപ്റ്റ് ചെയ്ത് മാറുക. കുറച്ചുകൂടി സേഫ് ആക്കി ഒരു പോയിന്റ് കൂടി സേഫ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 120 to 125, 125 to 126 റേഞ്ചിന് താഴെ സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് അക്സെപ്റ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് മാറുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇർക്കോൺ ഇൻ്റർനാഷണലാണ്. ഇർക്കോൺ ഇൻ്റർനാഷണലിനെ പറ്റി ഞാൻ മുമ്പൊരു ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 280 റേഞ്ചിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നു 300, 330 ഈ ലെവൽസാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട്. ഇപ്പോൾ എക്സാക്ട്ലി സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 336 ആണ്. അപ്പോൾ നമുക്കിവിടെ എൻട്രി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 348.8 അല്ലെങ്കിൽ 49 എബോ കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ലെവലിൽ തന്നെ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 336 ലെവലിൽ കൺസിഡർ ചെയ്യാം. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 380, സെക്കൻഡ് ടാർഗറ്റ് 400, 410 എന്ന് പറയുന്ന റേഞ്ചാണ്. നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് 307 താഴെയാണ്. 307 താഴെ സ്റ്റോക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാം. ഇപ്പോൾ റെയിൽവേ സെക്ടറിലൊക്കെ നല്ലൊരു റാലി നടന്നതുകൊണ്ട് ടെക്നിക്കലി ആ ഒരു ലെവൽ കട്ട് ചെയ്യുമ്പോൾ എൻട്രി ചെയ്യായിരിക്കും കുറേ കൂടി ബെറ്റർ. ചാടി കയറി എൻട്രി എടുക്കാതിരിക്കുക.
നെക്സ്റ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് SJVN ലിമിറ്റഡ്. SJVNൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം റിജക്ട് ചെയ്തൊരു സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓൾറെഡി പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് പ്രോപ്പറായിട്ട് ആ ലെവലിൽ, അതായത് 152 ലെവലിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കയറാം. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 136, 137 റേഞ്ചാണ്. ഫസ്റ്റ് ടാർഗറ്റ് 170ൻ്റെ സോണാണ്. കാരണം ഓൾറെഡി അവിടെ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്, ഹൈ വന്നിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നു. സെക്കൻഡ് ടാർഗറ്റ് 190 അല്ലെങ്കിൽ 200 എന്ന് പറയുന്ന റേഞ്ചാണ് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബെറ്റാണ്, ലോങ് ടേം ബെറ്റ് കൂടിയാണ്, മണപ്പുറം ഫൈനാൻസ്. മണപ്പുറം ഫൈനാൻസിൻ്റെ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഓൾറെഡി റിജക്റ്റ് ചെയ്തിട്ടില്ല ലൊക്കേഷൻ. 2 തവണ ആ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് സ്റ്റോക്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു വീക്ക്ലി അല്ലെങ്കിൽ ഡെയിലി ക്ലോസിംഗ് ബേസിൽ ഞാൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 224 അല്ലെങ്കിൽ 225 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. 202 അല്ലെങ്കിൽ 200 ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. 260, 280 ഇതാണ് നമ്മൾ ഷോർട്ട് ടൈം ടാർഗറ്റ്. ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ 1 to 3 months ഒക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 3 to 5 വീക്കൊക്കെ കഴിയുമ്പോഴായിരിക്കും പെർഫോം ചെയ്യുക. ചിലപ്പോൾ എക്സ്റ്റേണലി IREDA കിട്ടിയ പോലെ ന്യൂസോ അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടൊരു പുഷ് കൂടി കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ 30-20% ഒക്കെ മൂവ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റോക്കിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു പുഷാണ്. അപ്പോൾ നോക്കി നോക്കാം, നമുക്ക് ഷോർട്ട് ടൈമിലേക്കും അതേപോലെ തന്നെ ലോങ് ടൈമിലേക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് മണപ്പുറം ഫൈനാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് IFCI ലിമിറ്റഡ്. IFCI ഒരു ബ്രേക്ക് ഔട്ടിന് റെഡി ആയിട്ട് നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഓൾറെഡി അവിടെ ആ ഒരു സോണിൽ നിന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സോണിൽ ആണ് ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിങ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 71 എബോ അല്ലെങ്കിൽ 70 എബോ ഒക്കെ സ്റ്റോക്ക് അഗൈൻ വരികയാണ്. ഇപ്പോൾ 71 കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഒരു 62 നമ്മൾ സ്റ്റോപ്പ് ലോസ്, അതായത് ആ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഏകദേശം ഒരു 83-84 റേഞ്ച്. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 95 to 100 ഇൻ ബിറ്റ്വീൻ. ആ ഒരു സോണിൻ്റെ അകത്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 2 ലെവൽസ്. അപ്പോൾ സ്റ്റോക്ക് പ്രോപ്പറായിട്ട് ഒരു 1 hour ക്യാൻഡിൽ അവിടെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രം എൻട്രി എടുത്താൽ മതി, ചാടി കയറി എടുക്കണ്ട. നിങ്ങൾ അത്ര റിസ്ക് ടേക്കർ ആണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ എടുത്താൽ മതി. ഒരു സ്റ്റോപ്പ് ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതിപ്പോൾ അല്ലാതെ അത് ബ്രേക്ക് ചെയ്ത് കയറിയാലും സ്റ്റോപ്പ് ലോസ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. അഗ്രസീവ് പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ തന്നെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ 71 കട്ട് ചെയ്തതിന് ശേഷം മാത്രം കയറിയാൽ മതി. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്തുക. ഇതിൻ്റെ കൂടെ മണി മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നടത്തണം. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന 1-2 സ്റ്റോക്ക് അല്ലെങ്കിൽ വില കുറഞ്ഞ, ഇപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 70 രൂപ 60 രൂപയിൽ പറഞ്ഞ സ്റ്റോക്കൊക്കെ എല്ലാവരും കൂടുതൽ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യും. ഇനി അത് മാത്രം താഴേക്ക് പോയാലോ? ബാക്കിയുള്ള സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് മാത്രം പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? നിങ്ങൾ മൾട്ടിപ്ലൈ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അലോക്കേഷൻ നടത്തുക. അതിൽ തന്നെ നിങ്ങൾ പൊസിഷൻ സൈസിങ് കൃത്യമാക്കുക. നിങ്ങൾ എത്രയാണോ ലൂസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് അതെല്ലാ സ്റ്റോക്കിലും ഒരേപോലെ ആയിരിക്കണം. അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മാത്രം വിൽക്കുക. നിങ്ങൾ 500 രൂപ മാത്രം ലോസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ 1000 രൂപ ലോസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കിലും അതിനനുസരിച്ച് ക്വാണ്ടിറ്റി മാത്രം സെറ്റ് ചെയ്യുക. അതായത് 1000 രൂപയാണ് നിങ്ങളെ മാക്സിമം റിസ്ക് എങ്കിൽ 1000 ഡിവൈഡ് ബൈ ഇതിൽ എത്ര സ്റ്റോപ്പ് ലോസ് വരും? 10 പോയിന്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 8 പോയിന്റ് വരുന്നുണ്ട്. 10 പോയിന്റ് ആണെങ്കിൽ 1000 ഡിവൈഡ് ബൈ 10, അപ്പോൾ 100 ക്വാണ്ടിറ്റീസ് എടുക്കാം. അപ്പോൾ 20 പോയിന്റിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്, അപ്പോൾ 1000 ഡിവൈഡ് ബൈ 20, അപ്പോൾ നിങ്ങൾക്ക് 50 ക്വാണ്ടിറ്റി എടുക്കാം. ഇത്തരത്തിലൊരു പൊസിഷൻ സൈസിങ് ഒന്ന് ചെയ്ത് നോക്കിയാൽ കുറേ കൂടി നിങ്ങളെ ട്രേഡിങ് ബെറ്റർ ആവും. നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന എല്ലാ സ്റ്റോക്കും പെർഫോം ചെയ്യുന്നില്ല, അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത് റിസ്ക് റിവാർഡാണ് അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് ആണ്. നിങ്ങളെ റിസ്ക് ആണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ളത്. കാരണം ഇത് മാർക്കറ്റിൻ്റെ കയ്യിലാണ്. അവിടെ ഹ്യൂജ് ബൈയിങ്ങോ സെല്ലിങ്ങോ ഒക്കെ നടക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഒരു എക്സ്റ്റേണൽ ന്യൂസ് വരികയാണ്, നമ്മളെ മാർക്കറ്റ് ഇടിഞ്ഞ് താഴെ പോവും. അതിൽ യാതൊരു സംശയമല്ല. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളൊരു മാർക്കറ്റാണ്. എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ്, അപ്പോൾ ഫോളോ ആവും. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. പക്ഷെ നിങ്ങൾ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു, അതിലെത്ര റിസ്ക് എടുക്കുന്നു, അതിലെത്ര ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്നു, അത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. എനിവേ, താങ്ക് യു.